ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ഒരു വീഡിയോ ഒന്ന് കാണിച്ചോട്ടെ. സോ ദിസ് വാസ് എ വീഡിയോ വിച്ച് ഐ ടോക്ക് ഓൺ 14th December 2023. ഈ കോസ്റ്റ്യൂം നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിന്റെ ഷൂട്ടായിരുന്നു എന്നുള്ളത്. അഫ്കോഴ്സ് വിനീതേട്ടന്റെ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാനൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു December 14th. സോ ഞാൻ നിവിൻ ചേട്ടന്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത്. December 14th ആ പറയുന്ന സ്റ്റേജിലെ ഷൂട്ടില് ഐ വാസ് വിത്ത് ഹിം. സോ പറയണമെന്ന് ഒന്ന് തോന്നി. അപ്പോൾ ഒരുപാട് പേര് ഇന്നലെ ന്യൂസൊക്കെ കണ്ടിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വന്ന് ഞാൻ പറയണ്ടേ? ഓഫ്കോഴ്സ് ഞാൻ പറയണം, കാരണം ഇറ്റ്സ് എ ട്രൂത്ത്. അതുകൊണ്ട് ഇതിപ്പോൾ എന്താണ് മലയാള സിനിമയിൽ സംഭവിക്കുന്നത് എന്ന വലിയൊരു ചോദ്യമാണ് പ്രേക്ഷകർക്കിടയിൽ വരുന്നത്. കാരണം ഓരോ താരങ്ങൾക്കെതിരെയും പരാതികളുമായി ഓരോ സ്ത്രീകൾ എത്തുമ്പോൾ ആ പരാതികൾ ഫേക്ക് ആകുന്നു എന്ന കാര്യങ്ങളാണ് ഏറ്റവും ലേറ്റസ്റ്റായി അറിയുന്നതും. നിവിൻ പോളിക്കെതിരെ ഉണ്ടായ പീഡന പരാതി ഫേക്ക് ആണെന്ന കാര്യങ്ങളാണ് ഓരോ ദിവസം കഴിയുമ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ ഉയർന്ന പീഡന പരാതിയിൽ നടന് അനുകൂലമായ തെളിവുകൾ പുറത്തുവിട്ട് നടി പാർവതി ആർ കൃഷ്ണയും എത്തി. വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസം താൻ നിവിൻ പോളിക്കൊപ്പം വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടായിരുന്നു എന്നാണ് പാർവതി പറഞ്ഞിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലാണ് പാർവതി ഇക്കാര്യം വിശദമാക്കുന്നതും. അന്നത്തെ വീഡിയോയും ചിത്രങ്ങളുമെല്ലാം പാർവതി പങ്കുവച്ചിട്ടുണ്ട്. December 14, 15, 16 തീയതികളിലാണ് തന്നെ നിവിൻ പോളി ദുബായിൽ വെച്ച് പീഡിപ്പിച്ചത് എന്നായിരുന്നു നേര്യമംഗലം സ്വദേശിയായ പരാതിക്കാരി ആരോപിച്ചത്. മുറിയിൽ കെട്ടിയിട്ട് ലഹരി തന്ന് പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ പരാതിക്കാരി ആരോപിക്കുന്ന ദിവസങ്ങളിൽ നിവിൻ തങ്ങൾക്കൊപ്പം ഷൂട്ടിംഗിലായിരുന്നുവെന്ന് വ്യക്തമാക്കി വിനീത് ശ്രീനിവാസൻ രംഗത്തെത്തിയിരുന്നു. September 3 നിവിൻ പോളിക്കെതിരെ പീഡനാരോപണം എത്തിയത്. അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന പരാതിയാണ് എത്തിയത്. ഇതേ ചിത്രത്തിൽ നിവിനൊപ്പം അഭിനയിച്ച ഭഗത് മാനുവലും തെളിവുകളുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയതും കാണാവുന്നതാണ്. അന്നത്തെ ഡേറ്റിലെടുത്ത ചിത്രങ്ങളുടെ തീയതികളടക്കം പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹവും എത്തിയത്. അങ്ങനെ നിരവധി ആർട്ടിസ്റ്റുകൾ നിവിൻ പോളിക്ക് അനുകൂലമായ തെളിവുകൾ നൽകി രംഗത്തെത്തി. അപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്ന്. ഇതുകൂടാതെ മറ്റൊരു ഗംഭീര തെളിവ് കൂടി അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഞെട്ടലോടെ നമ്മൾ അറിഞ്ഞത്. നടൻ നിവിൻ പോളിക്കെതിരായ പീഡനക്കേസിൽ ട്വിസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. യുവതി നൽകിയ മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉള്ളതിനാൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തുമെന്നാണ് അറിയുന്നത്. പീഡനാരോപണം ശുദ്ധ നുണയാണെന്നും അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഇല്ലെന്ന് നിവിൻ പോളി വ്യക്തമാക്കിയിരുന്നു. പരാതിയിൽ സംശയങ്ങളാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ദുബായിലെ ഹോട്ടലിൽ വെച്ച് 2023 നവംബർ ഡിസംബർ മാസങ്ങളിൽ പീഡിപ്പിച്ചെന്നായിരുന്നു ആദ്യ പരാതി. ഈ മാസങ്ങളിൽ യുവതി കേരളത്തിലായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇതിൽ വ്യക്തത വരുത്താൻ യാത്രാരേഖകൾ പരിശോധിക്കും. ഹോട്ടൽ അധികൃതരിൽ നിന്നും വിവരം ശേഖരിക്കും. നിവിൻ പോളിയും ഈ സമയം കേരളത്തിലുണ്ടായിരുന്നു എന്നാണ് വിവരം. സംവിധായകൻ വിനീത് ശ്രീനിവാസൻ അടക്കമുള്ളവർ നിവിൻ പോളി കേരളത്തിലുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2021 ശേഷം നിവിൻ ഈ ഹോട്ടലിൽ താമസിച്ചിട്ടില്ല എന്നും പോലീസ് സ്ഥിരീകരിച്ചതായാണ് ലഭിക്കുന്ന വിവരം. യുവതിയുടെ ആദ്യ പരാതി ലഭിച്ചപ്പോൾ പോലീസ് അന്വേഷണം നടത്തി ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയതാണ്.